ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2020 ഓഗസ്റ്റ് മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ 12ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 29 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക്. ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI അധിഷ്ഠിത വോയിസ് ബോട്ട് എന്ന് പറയുന്നത് വോയിസ് റോബോട്ടാണ്. ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ്. രണ്ടാമത്തെ ചോദ്യം: 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് വേൾഡ്സ് ഇൻഡിജിനസ് പീപ്പിൾസ് പ്രമേയം എന്താണ്? ഓഗസ്റ്റ് 9 വേൾഡ്സ് ഇൻഡിജിനസ് പീപ്പിൾസ് ഡേ ആയി ആചരിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യമാണ്. മലയാളത്തിലായിരുന്നു അവിടെ പറഞ്ഞത് എന്ന് മാത്രം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇവിടെ വരുന്നത്. COVID-19 ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് റെസിലിയൻസ് എന്നതാണ് ഇതിൻ്റെ പ്രമേയം. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് വേൾഡ്സ് ഇൻഡിജിനസ് പീപ്പിൾസ് ഡേയുടെ പ്രമേയം ഓഗസ്റ്റ് 9 ഈ ദിവസം ആചരിക്കുന്നത്. അതിൻ്റെ പ്രമേയം COVID-19 ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് റെസിലിയൻസ് എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം: 2020 പ്രേം ഭാട്ടിയ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ദീപാങ്കർ ഘോഷ്, പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ജേർണലിസം വെബ്സൈറ്റും. 2020 പ്രേം ഭാട്ടിയ പുരസ്കാര ജേതാക്കൾ ദീപാങ്കർ ഘോഷ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഫൗണ്ടർ രാംനാഥ് ഗോയൻകെയാണ്. ഇന്ത്യൻ എക്സ്പ്രസ് സ്ഥാപിക്കപ്പെട്ടത് 1932 ദീപാങ്കർ ഘോഷിനെ കൂടാതെ പീപ്പിൾസ് ആർക്കൈവ് ഓഫ് റൂറൽ ഇന്ത്യ അഥവാ പാരി എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ജേർണലിസം വെബ്സൈറ്റും കൂടെയാണ് 2020 പ്രേം ഭാട്ടിയ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം: ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020 ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൂത്തോൻ. സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ്. മികച്ച സംവിധായകൻ അചൽ മിശ്ര. മികച്ച നടൻ നിവിൻ പോളി. മികച്ച നടി ഗാർഗി അൻതൻ. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ സൺറൈസ്. ഇതിൽ മികച്ച ചിത്രവും മികച്ച നടനും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2020 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൂത്തോൻ. സംവിധായക ഗീതു മോഹൻദാസ്. മികച്ച സംവിധായകൻ അചൽ മിശ്ര. ഗമക് ഗർ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമ. മികച്ച നടൻ നിവിൻ പോളി മൂത്തോൻ എന്ന ചിത്രത്തിന്. മികച്ച നടി ഗാർഗി അൻതൻ. റൺ കല്യാണി എന്നതാണ് ചിത്രം. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ സൺറൈസ്. വിവ ബക്ഷി. അഞ്ചാമത്തെ ചോദ്യം: 2020 ഓഗസ്റ്റിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് സിനബംഗ്. 2020 ഓഗസ്റ്റ് മാസത്തിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് സിനബംഗ് ആണ്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ജക്കാർത്തയാണ്. 700-ൽ പരം റീജിയണൽ ലാംഗ്വേജസ് അവിടെ സംസാരിക്കുന്നുണ്ട്. കറൻസി ഇന്തോനേഷ്യൻ റുപ്പിയയാണ്. 2020 ഓഗസ്റ്റ് മാസത്തിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് സിനബംഗ് ആണ്. ക്യാപിറ്റൽ ജക്കാർത്ത. കറൻസി ഇന്തോനേഷ്യൻ റുപ്പിയ. ആറാമത്തെ ചോദ്യം: പഞ്ചാബിലെ മുല്ലൻപൂർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് എന്താണ്? മഹാരാജ യദവീന്ദ്ര സിംഗ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നതാണ് പഞ്ചാബിലെ മുല്ലൻപൂർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര്. ഒരിക്കൽ കൂടി നോക്കാം. പഞ്ചാബിലെ മുല്ലൻപൂർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് മഹാരാജ യദവീന്ദ്ര സിംഗ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നാണ്. ഏഴാമത്തെ ചോദ്യം: 2020 ഓഗസ്റ്റ് മാസത്തിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 91344.
2020 ഓഗസ്റ്റ് മാസത്തിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 91344. ആരായിരുന്നു പൈലറ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് എന്നുള്ളത്, ആരാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഏത് ദിവസമാണ് ഈ അപകടം നടന്നത് എന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 8ാമത്തെ ചോദ്യം, മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? യോഗേന്ദ്ര യാദവ്. മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് യോഗേന്ദ്ര യാദവാണ്. 9ാമത്തെ ചോദ്യം, കർഷകർക്കായി മുഖ്യമന്ത്രി കിസാൻ സഹായ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കർഷകർക്കായി മുഖ്യമന്ത്രി കിസാൻ സഹായ യോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. 10ാമത്തെ ചോദ്യം, നഗരപ്രദേശത്തെ ആളുകൾക്ക് വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ രാജ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ജഗദൽപൂർ, ഛത്തീസ്ഗഡ്. നഗരപ്രദേശത്തെ ആളുകൾക്ക് വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ രാജ്യത്തെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ജഗദൽപൂറാണ്. ജഗദൽപൂർ ഛത്തീസ്ഗഡിലാണ്. 11ാമത്തെ ചോദ്യം, എമിറേറ്റ്സ് ഫോർമുല 170th ആനിവേഴ്സറി ഗ്രാൻഡ് പ്രിക്സ് 2020 അർഹനായ വ്യക്തി ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ. ബെൽജിയൻ ഡച്ച് റേസിംഗ് ഡ്രൈവറാണ് അദ്ദേഹം. എമിറേറ്റ്സ് ഫോർമുല 170th ആനിവേഴ്സറി ഗ്രാൻഡ് പ്രിക്സ് 2020 അർഹനായ വ്യക്തി മാക്സ് വെസ്റ്റപ്പനാണ്. അദ്ദേഹം ബെൽജിയൻ ഡച്ച് റേസിംഗ് ഡ്രൈവറാണ് എന്നതുകൂടെ ഓർത്തു വെക്കുക. 12ാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യ. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ സ്പുട്നിക് 5 ആണ്. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ പേര് സ്പുട്നിക് 5 എന്നതാണ്. സ്പുട്നിക് 1ൻ്റെ പ്രത്യേകത എന്താണ് എന്നത്, അല്ലെങ്കിൽ എന്താണ് സ്പുട്നിക് 1 എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 13ാമത്തെ ചോദ്യം, 2020 അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യൂത്ത് എൻഗേജ്മെൻറ്റ് ഫോർ ഗ്ലോബൽ ആക്ഷൻ. ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2020 അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രമേയം യൂത്ത് എൻഗേജ്മെൻറ്റ് ഫോർ ഗ്ലോബൽ ആക്ഷൻ എന്നതാണ്. ഓഗസ്റ്റ് 12 ലോക യുവജന ദിനമായി ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനം എന്നാണ് എന്നതും ആരുടെ ഓർമ്മയ്ക്കായി, അല്ലെങ്കിൽ ആരുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് ആചരിക്കുന്നത് എന്നതും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 14ാമത്തെ ചോദ്യം, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈയിടെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ദ ഇന്ത്യ വേ, സ്ട്രാറ്റജീസ് ഫോർ എൻ അൺസർട്ടൺ വേൾഡ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈയിടെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പേര് ദ ഇന്ത്യ വേ, സ്ട്രാറ്റജീസ് ഫോർ എൻ അൺസർട്ടൺ വേൾഡ് എന്നതാണ്. 15ാമത്തെ ചോദ്യം, അടുത്തിടെ ഫ്രാൻസ് ആൾട്ട്, ജർമ്മൻ എൻവയോൺമെൻറ്റൽ ജേർണലിസ്റ്റുമായി ചേർന്ന് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേര് എന്താണ്? അവർ ഓൺലി ഹോം, എ ക്ലൈമറ്റ് അപ്പീൽ ടു ദ വേൾഡ്. അടുത്തിടെ ഫ്രാൻസ് ആൾട്ടുമായി ചേർന്ന് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ പുറത്തിറക്കുന്ന പുസ്തകത്തിൻ്റെ പേര് അവർ ഓൺലി ഹോം, എ ക്ലൈമറ്റ് അപ്പീൽ ടു ദ വേൾഡ് എന്നതാണ്. ദലൈലാമയുടെ ആത്മകഥയുടെ പേര് എന്താണ് എന്നത് ഈ വീഡിയോയുടെ താഴെ അറിയാവുന്നവർ കമൻ്റായി രേഖപ്പെടുത്തും. 16ാമത്തെ ചോദ്യം, കണക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ചേഞ്ചിങ് എന്ന പുസ്തകം പുറത്തിറക്കിയ വ്യക്തി ആരാണ്? രാജ്നാഥ് സിംഗ്. കണക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 17ാമത്തെ ചോദ്യം, ആഗസ്റ്റ് ക്രാന്തി ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ 78ാമത് വാർഷികമാണ് ഓഗസ്റ്റ് 8 ആചരിക്കുന്നത്. ഓഗസ്റ്റ് ക്രാന്തി ദിനം ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ 78ാമത് വാർഷികമാണ് 2020 ഓഗസ്റ്റ് 8 ആചരിച്ചത്.
ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എവിടെയാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. 18ാമത്തെ ചോദ്യം, ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് രാജിവെച്ച ലബനൻ പ്രധാനമന്ത്രി ആരാണ്? ഹസൻ ദിയാബ്. ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് രാജിവെച്ച ലബനൻ്റെ പ്രധാനമന്ത്രി ഹസൻ ദിയാബാണ്. 19ാമത്തെ ചോദ്യം, കോവിഡ് ബാധയെ തുടർന്ന് ഓഗസ്റ്റ് 11 അന്തരിച്ച പ്രശസ്ത ഉറുദു കവി ആരാണ്? രഹാത്ത് ഇന്ദോരി. കോവിഡ് ബാധയെ തുടർന്ന് ഓഗസ്റ്റ് 11 അന്തരിച്ച പ്രശസ്ത ഉറുദു കവി രഹാത്ത് ഇന്ദോരിയാണ്. 20ാമത്തെ ചോദ്യം, ലോക ആന ദിനം വേൾഡ് എലിഫൻ്റ് ഡേ എന്നാണ്? ഓഗസ്റ്റ് 12. ലോക ആന ദിനം അഥവാ വേൾഡ് എലിഫൻ്റ് ഡേ ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് 12-നാണ്. ദിനത്തോടനുബന്ധിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പോർട്ടലാണ് സുരക്ഷ എന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രകാശ് ജാവദേക്കറാണ്. പ്രകാശ് ജാവദേക്കർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും. ലോക ആന ദിനത്തിൻ്റെ അനുബന്ധിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പോർട്ടലാണ് സുരക്ഷ എന്നത്. 21ാമത്തെ ചോദ്യം, റഷ്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് COVID-19-നെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചത്? മോസ്കോയിലെ ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. റഷ്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് COVID-19-നെതിരെയുള്ള വാക്സിൻ സ്പുട്നിക് 5 വികസിപ്പിച്ചത്? മോസ്കോയിലെ ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ ആണ് എന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ആണ് എന്നും അദ്ദേഹത്തിൻ്റെ മകൾക്കാണ് ഈ മരുന്ന് പരീക്ഷിച്ചത് എന്നും ഓർത്തു വെക്കുക. റഷ്യയുടെ കറൻസി റഷ്യൻ റൂബിളാണ്. യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്ന രാജ്യമാണ് റഷ്യ എന്നതും ഓർത്തു വെക്കുക. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ, പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, കറൻസി റഷ്യൻ റൂബിൾ, കോണ്ടിനെൻറ്റ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. 22ാമത് ചോദ്യം, ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് ആർക്കാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാര തുകയായി 1.3 കോടി രൂപ നൽകിയത്? നമ്പി നാരായണൻ. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് ആർക്കാണ് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാര തുകയായ 1.3 കോടി രൂപ കൈമാറിയത്? നമ്പി നാരായണൻ. നമ്പി നാരായണൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുള്ള ആളുകൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തും. 23ാമത് ചോദ്യം, 2020 സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ അവയർനെസ് ക്യാമ്പയിനിൻ്റെ പേര് എന്താണ്? ഗന്ദഗി മുക്ത് ഭാരത്. 2020 സ്വാതന്ത്ര്യദിനത്തിനോട് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ അവയർനെസ് ക്യാമ്പയിനിൻ്റെ പേര് ഗന്ദഗി മുക്ത് ഭാരത് എന്നതാണ്. 24ാമത്തെ ചോദ്യം, സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 25ാമത് ചോദ്യം, CRPF ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? PS റാണി ഫസേ. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് RANIPSE എന്നതാണ്. RANIPSE. റാണിപ്സ് എന്നും ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. CRPF ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് PS റാണി ഫസേ അഥവാ റാണിപ്സ്. 26ാമത് ചോദ്യം, COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശത്തു നിന്നും ഇന്ത്യയിൽ എത്തിക്കുന്നവരുടെ നടപടിക്രമങ്ങൾ കോൺടാക്ട്ലെസ് ആക്കുന്നതിനായി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓർ കോൾഡ് ഓൺലൈൻ പോർട്ടൽ ഏതാണ്? എയർ സുവിധ പോർട്ടൽ. COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശത്തു നിന്നും ഇന്ത്യയിൽ എത്തിക്കുന്നവരുടെ നടപടിക്രമങ്ങൾ കോൺടാക്ട്ലെസ് ആക്കുന്നതിനായി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് പുറത്തിറക്കിയ പോർട്ടലിൻ്റെ പേര് എയർ സുവിധ പോർട്ടൽ എന്നാണ്. 27ാമത് ചോദ്യം, കോവിഡ് രോഗം സ്ഥിരീകരിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ്. കോവിഡ് രോഗം സ്ഥിരീകരിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. 28ാമത് ചോദ്യം, ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 2025 പൂർണ്ണമായും ഏത് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ്
ഇന്ത്യയിൽ നിരോധിക്കുന്നത്? 101 പ്രതിരോധ ഉൽപ്പന്നങ്ങൾ. റൈഫിൾ, പീരങ്കി മുതലായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് തയ്യാറെടുക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 2025 പൂർണ്ണമായും ഏത് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് പൂർണ്ണമായും നിരോധിക്കുന്നത്? 101 പ്രതിരോധ ഉൽപ്പന്നങ്ങൾ. റൈഫിൾ, പീരങ്കി മുതലായ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 29ാമത്തെ ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. റാഫേൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കാറ്റിൻ്റെ പ്രവാഹം അഥവാ ഗസ്റ്റ് ഓഫ് വിൻഡ്. മണിക്കൂറിൽ 1380 കിലോമീറ്ററാണ് ഈ ബഹുമുഖ യുദ്ധവിമാനത്തിൻ്റെ വേഗം. റാഫേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ പ്രവാഹം അഥവാ ഗസ്റ്റ് ഓഫ് വിൻഡ് എന്നതാണ്. മണിക്കൂറിൽ 1380 കിലോമീറ്ററാണ് ഈ ബഹുമുഖ യുദ്ധവിമാനത്തിൻ്റെ വേഗം. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒരു ക്വിക്ക് റിവിഷൻ നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആക്സ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക്. 2020 ഇൻ്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് ഇൻഡിജിനസ് പീപ്പിൾസിൻ്റെ പ്രമേയം COVID-19 ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾസ് റിസിലിയൻസ്. 2020 പ്രേം ഭാട്ടിയ പുരസ്കാര ജേതാക്കൾ ദീപങ്കർ ഘോഷ്, പീപ്പിൾസ് ആർക്കൈവ്സ് ഓഫ് റൂറൽ ഇന്ത്യ. ന്യൂയോർക്ക് ഫിലിം സിറ്റി ഫെസ്റ്റിവൽ 2020 ബന്ധപ്പെട്ട കാര്യങ്ങൾ: മികച്ച ചിത്രം മൂത്തോൻ, മികച്ച സംവിധായകൻ അചൽ മിശ്ര, മികച്ച നടൻ നിവിൻ പോളി, മികച്ച നടി ഗാർഗി അന്തൻ, മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ സൺറൈസ്. 2020 ഓഗസ്റ്റിൽ സ്ഫോടനം നടന്ന ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം മൗണ്ട് സിനബങ്. പഞ്ചാബിലെ മുല്ലൻപൂർ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേര് മഹാരാജ യദുവീന്ദ്ര സിംഗ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. 2020 ഓഗസ്റ്റ് മാസത്തിൽ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 91344. മേക്കിംഗ് സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് യോഗേന്ദ്ര യാദവ്. കർഷകർക്കായി മുഖ്യമന്ത്രി കിസാൻ സഹായോജന ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. നഗരപ്രദേശങ്ങൾക്ക് ആളുകൾക്ക് വനഭൂമി അവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ രാജ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ജഗദൽപൂർ, ഛത്തീസ്ഗഡ്. എമിറേറ്റ്സ് ഫോർമുല 1 70th ആനിവേഴ്സറി ഗ്രാൻഡ് പ്രിക്സിൽ 2020 അർഹനായ വ്യക്തി മാക്സ് വെസ്റ്റപ്പൻ. ലോകത്തിലാദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ, സ്പുട്നിക് 5. 2020 അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രമേയം യൂത്ത് എൻഗേജ്മെൻറ്റ് ഫോർ ഗ്ലോബൽ ആക്ഷൻ, ഓഗസ്റ്റ് 12. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈയിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം ദ ഇന്ത്യ വേ, സ്ട്രാറ്റജീസ് ഫോർ എൻ അൺസർട്ടൺ വേൾഡ്. അടുത്തിടെ ഫ്രാൻസ് ആൾട്ടുമായി ചേർന്ന് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ പുറത്തിറക്കുന്ന പുസ്തകം അവർ ഓൺലി ഹോം, എ ക്ലൈമറ്റ് അപ്പീൽ ടു ദ വേൾഡ്. കണക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ചേഞ്ചിങ് എന്ന പുസ്തകം പുറത്തിറക്കിയത് രാജ്നാഥ് സിംഗ്. ഓഗസ്റ്റ് ക്രാന്തി ദിനം ഓഗസ്റ്റ് 8. ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് രാജിവെച്ച ലബനൻ പ്രധാനമന്ത്രി ഹസൻ ദിയാബ്. കോവിഡ് ബാധയെ തുടർന്ന് ഓഗസ്റ്റ് 11 അന്തരിച്ച പ്രശസ്ത ഉറുദു കവി രഹാത്ത് ഇൻഡോരി. ലോക ആന ദിനം ഓഗസ്റ്റ് 12. റഷ്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സ്പുട്നിക് 5 എന്ന COVID-19 വാക്സിൻ വികസിപ്പിച്ചത്? മോസ്കോയിലെ ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ 1.3 കോടി രൂപ കൈമാറിയത് ആർക്കാണ്? നമ്പി നാരായണൻ. 2020 സ്വാതന്ത്ര്യദിനത്തോട് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സ്വച്ഛതാ അവയർനെസ് ക്യാമ്പയിൻ ഗന്ദഗി മുക്ത് ഭാരത്. സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്രം നിലവിൽ വന്നത് ന്യൂഡൽഹി. ഉദ്ഘാടനം പ്രധാനമന്ത്രി. CRPF ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് PS റാനിഫസെ. COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്നവരുടെ നടപടിക്രമങ്ങൾ കോൺടാക്ട്ലെസ് ആക്കുന്നതിനായി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ആരംഭിച്ച പോർട്ടൽ എയർ സുവിധ പോർട്ടൽ. കോവിഡ് രോഗം സ്ഥിരീകരിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി 2025 പൂർണ്ണമായും ഏത് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് നിരോധിക്കുന്നത്? 101 പ്രതിരോധ ഉൽപ്പന്നങ്ങൾ. റാഫേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ പ്രവാഹം, ഗസ്റ്റ് ഓഫ് വിൻഡ്.